വെറും 1100 രൂപയ്ക്ക് തമിഴ്നാട് വരെ ഒരൊറ്റ ദിവസം കൊണ്ടൊന്ന് പോയി വന്നാലോ. ഇത് KSRTCയുടെ ഒരു 1 ഡേ ട്രിപ്പാണ്. ട്രിപ്പ് എന്ന് പറയുമ്പോഴേക്കും എല്ലാ സെറ്റപ്പും ഉണ്ട്, പാട്ടും പരിപാടിയും എല്ലാം ഉണ്ട്. നമ്മളിവിടെ പോയപ്പോൾ തന്നെ വേറൊരു വണ്ടിയിലും ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവരായിട്ടായിരിക്കും നമ്മൾ ഒരു യാത്ര നടത്തുന്നത്. എങ്കിലും നമ്മൾ എല്ലാവരുമായിട്ട് കമ്പനിയാകും. അത്രയ്ക്ക് ജോളിയായിട്ടുള്ള ട്രിപ്പാണ്. കൂടുതലും പേരൻസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരുന്നതും. അടിപൊളി സ്ഥലമാണ്. നമ്മൾ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് തമിഴ്നാട്ടിലേക്കായിരുന്നു. ഇവിടുന്ന് അതായത് കോട്ടയം KSRTC സ്റ്റാൻഡിൽ നിന്നും കുമളി വരെ നമ്മൾ KSRTCയിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീപ്പിലുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കുമളി സ്റ്റാൻഡിൽ വന്നതിന് ശേഷം നമ്മളൊരു 5 ജീപ്പിലായിട്ടായിരുന്നു മേഘമലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴി തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കട്ട് ഫ്രൂട്ട്സിന്റെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ ജീപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം നമ്മൾ വിൻഡ് മില്ലും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സംഭവം കാണുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുരങ്ങന്മാരെയൊക്കെ കാണാമായിരുന്നു. നമ്മളങ്ങനെ ജീപ്പിൽ പൊക്കോണ്ടിരുന്നപ്പോഴായിരുന്നു പെട്ടെന്ന് എല്ലാ ജീപ്പും നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു കാട്ടിലായിട്ട് ഒരു ആനയെ കണ്ടിട്ട് എല്ലാവരും വണ്ടി നിർത്തി നമ്മൾ ആനയെ കാണുമായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അരിക്കൊമ്പനും ഉള്ളത്. അപ്പോൾ ആ ഒരു വ്യൂ കണ്ടപ്പോഴേക്കും എല്ലാവരും വണ്ടി നിർത്തിയിട്ട് അതിനെ കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഡാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ അതിൽ വെള്ളം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അടിത്തട്ട് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത്യാവശ്യം തണുപ്പും അതേപോലെ തന്നെ നല്ലൊരു ചെറിയ ചൂടും ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ്. ഞങ്ങൾ ആകെ 3 പേരായിട്ടാണ് അങ്ങോട്ട് പോയതെങ്കിൽ അവിടെ ചെന്നിട്ട് കുറേ പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ഒക്കെ ആയിരുന്നു. പെട്ടെന്ന് നമുക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് മേഘമലയിലോട്ടായിരുന്നു. ഇതാണ് നമ്മുടെ മേഘമല. നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ട്രിപ്പിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഈ കുന്നിൻ്റെ മേളിലായിട്ടൊരു ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നേ. ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു 30 രൂപയുടെ പാസ് വരുന്നുണ്ട്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണിത്. ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നേരെ ജീപ്പിൽ കമ്പമാണ് പോകുന്നത്. അവിടെ മുന്തിരിത്തോട്ടത്തിലേക്ക്. അങ്ങനെ ഫൈനലി മുന്തിരിത്തോട്ടത്തിലെത്തി. ആദ്യം ഞങ്ങൾ ചെന്ന മുന്തിരിത്തോട്ടത്തിലാണെങ്കിൽ ഒത്തിരി മുന്തിരി ഒന്നും ഇല്ലായിരുന്നു. ഒന്നിനും കൊള്ളാത്തൊരു മുന്തിരിത്തോട്ടം അങ്ങനെ തന്നെ പറയാം. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ഫാം കൂടി ഉണ്ടായിരുന്നു. അവിടെ അടിപൊളിയായിരുന്നു. അവിടെയുള്ള മുന്തിരിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് മുന്തിരി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗെയിമിംഗ് സെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കണ്ട മുന്തിരിയൊക്കെ നമുക്ക് ഫോട്ടോയും വീഡിയോ മാത്രം എടുക്കാം. തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ്. അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിവിടെ ഒരു മുന്തിരി ജ്യൂസ് ഒക്കെ കുടിച്ച് നേരെ നമ്മൾ ജീപ്പിൽ നമ്മുടെ ബസ് കിടക്കുന്നിടത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക്.